വെൽക്കം ബാക്ക് ടു ഷെഹനാസ് ഇൻ വണ്ടർലാൻഡ്. കുറച്ച് ദിവസമായില്ലേ എൻ്റെ വീഡിയോസ് ഒന്നും വരാത്തത്. അപ്പം നിങ്ങൾ ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നോ വീഡിയോ വരാൻ? ഞാൻ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ട് വിട്ടിട്ട് പോയതല്ലേ. നമ്മൾ 10th സ്റ്റാൻഡേർഡിലെ ഗെറ്റ് ടുഗെദർ അല്ലേ. 10th സ്റ്റാൻഡേർഡിലെ ഗെറ്റ് ടുഗെദറിന് ശരിക്കും ഗെറ്റ് ടുഗെദറിനേക്കാളും കൂടുതൽ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, അതിൻ്റെ പ്രിപ്പറേഷൻസ്. അപ്പോൾ ഇങ്ങനെ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് വേണ്ടിയത്, എന്ത് ഗെയിംസ് വെക്കണോ, അതൊക്കെ നമ്മൾ ഓർത്തിട്ട് ഇങ്ങനെ ഭയങ്കര രസമായിരുന്നു, എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ അതിനേക്കാളും കൂടുതൽ എന്താണെന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ പറഞ്ഞ് യു ക്യാൻ വെയർ എനി ഡ്രസ്, നോ യൂണിഫോംസ്. അപ്പോൾ എല്ലാവരും കൂടി തുള്ളി ചാടി. അപ്പോൾ നിങ്ങൾക്ക് ഗസ് ചെയ്യാവോ എന്താ നമ്മളെല്ലാവരും ഡിസൈഡ് ചെയ്തത് ഇടാൻ? നാച്ചുറലി സാരി. കുറേ ആൾക്കാർക്ക് ഫസ്റ്റ് ടൈം തന്നെയായിരുന്നു, നമുക്ക് എല്ലാവർക്കും തന്നെ. എനിക്ക് ഫസ്റ്റ് ടൈം ആയിരുന്നു സാരി എടുക്കുക. സാരി എന്ന് പറഞ്ഞാൽ ശരിക്കും അതായിരുന്നു ഏറ്റവും ബ്യൂട്ടിഫുൾ ഇന്ത്യൻ ഡ്രസ്സ് അല്ലേ. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് സാരിയാണ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ. സാരി ഇടുമ്പോഴാണല്ലോ ആ എലിഗൻസി വരിക. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ സാരി കൊണ്ടുവന്നിട്ടില്ല, കുറേ ആൾക്കാർ കൊണ്ടുവന്നില്ല. ചിലരൊക്കെ വീട്ടിൽ നിന്ന് സാരി സെൻഡ് ഓഫ് ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് സാരീസൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങളെ ഹോസ്റ്റലിൻ്റെ അടുത്ത്, ബോർഡിങ്ങിൻ്റെ അടുത്ത് തന്നെ കുറേ ടീച്ചേഴ്സ് റിസൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ ടീച്ചേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്ത്. എനിക്കൊരു നല്ല ആംഗ്ലോ ഇന്ത്യൻ ടീച്ചർ ഉണ്ടായിരുന്നു. അവർ നല്ല സ്ലിം, നല്ല പ്രിട്ടി, പേര് മറന്നുപോയി. അവരെ സാരി തന്ന് നല്ല സിൽക്ക്, ഡാർക്ക്, നല്ല ഡിസൈനുള്ള ഡാർക്ക് സിൽക്ക് സാരി, അവരുടെ ബ്ലൗസും തന്നു. പിന്നെ ഇപ്പോഴത്തെ പോലെ ഭയങ്കര പെർഫെക്റ്റ് ഫിറ്റൊന്നും ആയിരിക്കണം അങ്ങനെയൊന്നും നമ്മൾ, ഒരു സാരി ഒരു ബ്ലൗസ് അത്രയേ ഉള്ളൂ, അതിനേക്കാളും ഒന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സാരിയും ബ്ലൗസും കിട്ടി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ബീഡ്സും. ഞങ്ങളൊരു ഗ്യാങ് ഓഫ് ഫ്രണ്ട്സ് ആയിരുന്നു. കുറേ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ നമ്മളെ ഗ്യാങ് സ്ട്രോങ് ഗ്യാങ് ആയിരുന്നു. അതിൽ 2 പർവീൻ അലി, പർവീൻ ഷഹാബുദ്ദീൻ, പിന്നെ അൽക്ക ശ്രീവാസ്തവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡെഡ് ഹാർട്ട് ഫാനായിരുന്നു അമിതാഭ് ബച്ചൻ്റെ. അതെനിക്കും പകർത്തി തന്നു, ഞാനും ആയി അങ്ങനെ തന്നെ. പിന്നെ നിഷീത വർമ്മ, പിന്നെ ഹൈദരാബാദിൽ നിന്നൊരു കേശ്വർ അഹമ്മദ്. നമ്മൾ 5 ആൾ. അപ്പോൾ നമ്മൾ 5 ആൾ ഏകദേശം എല്ലാം ഒരുമിച്ചാണ് ചെയ്യുക. അങ്ങനെ ക്ലാസ് പഠിക്കുക ഒക്കെ എല്ലാം കൂടി ഒന്നിച്ചാണ് ചെയ്യുക. അപ്പോൾ ഞാനും പർവീൻ അലിയും പർവീൻ ഷഹാബുദ്ദീൻ സാരീൻ്റെ കൂടെ ബ്ലാക്ക് ബീഡ്സ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഒരു ഫോട്ടോ ഉണ്ട്, ബാക്കിയൊക്കെ പോയി. അപ്പോൾ ഫ്രണ്ട്സിനെ പറ്റിയൊക്കെ പിന്നെ പറയാം. അങ്ങനെ നമ്മളെല്ലാം ഡ്രസ്സ്, ആർക്കും സാരി ഉടുക്കാനൊന്നും അറിയില്ല, എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് എല്ലാവരും കൂടി നന്നായിട്ട് ഉടുത്ത്, അങ്ങോട്ട് ഉടുത്ത് ഇങ്ങോട്ട് ഉടുപ്പിച്ച് കൊടുത്ത്. പക്ഷെ മേക്കപ്പിൻ്റെ ഒന്നും ഓർമ്മയില്ല. ആ മേക്കപ്പൊക്കെ അന്നൊക്കെ ഉണ്ടായിരുന്നോ എനിക്ക് ഓർമ്മയില്ല. ലിപ്സ്റ്റിക്ക് തന്നെ ഇട്ടിട്ടുണ്ടോ എന്നുള്ളൊരു ഓർമ്മയില്ല. പക്ഷേ നെയിൽ പോളിഷ്, അന്നൊക്കെ നമ്മൾ നെയിൽസ് നന്നായിട്ട് വളർത്തും. സിസ്റ്റേഴ്സിനെ ഒളിപ്പിച്ചിട്ട് നെയിൽസ് വളർത്തിയിട്ട് നെയിൽ പോളിഷൊക്കെ ഇടും. സിസ്റ്റേഴ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ പോയി വെട്ടണം എന്ന് പറയും. അപ്പോൾ അങ്ങനെ അതും ഉണ്ടായിരുന്നു. പിന്നെ ലിപ്സ്റ്റിക്കിൻ്റെ ഒന്നും ഓർമ്മയില്ല ഇട്ടിട്ടുണ്ടോ ഇല്ലേ. അങ്ങനെ എല്ലാവരും കൂടി ഒരുങ്ങി നമ്മളെല്ലാവരും റെഡിയായി. അപ്പോൾ നമ്മളെ കൂട്ടത്തിലൊരു കുട്ടി ഉണ്ടായിരുന്നു, ദുർഗാപൂർ എന്ന ഒരു ബംഗാളി കുട്ടി, ശ്രുതി മുഖർജി. കുറച്ച് തടിയുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ തടിയുണ്ട്. അന്നത്തെ കാലത്ത് മെലിഞ്ഞിട്ടായതുകൊണ്ട് അവൾ സാരി ഉടുത്തപ്പോൾ ഏതോ ചീത്തങ്ങളുടെ കുറച്ച് സർക്കാസ്റ്റിക് ആയിട്ടുള്ള കുട്ടി അവളെ കളിയാക്കി, അമ്മച്ചി ലുക്ക്. എന്നിട്ട് അവൾ കുറേ കരഞ്ഞ്. ഇപ്പോഴത്തെ കാലമാണെങ്കിൽ ബോഡി ഷേമിങ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോബ്ലമായി പോവേനു. എന്നാലും നമുക്കൊക്കെ സങ്കടമായി അങ്ങനെ പറഞ്ഞത്. അങ്ങനെ എല്ലാവരും കൂടി നമ്മൾ ഒരുങ്ങി ബെസ്റ്റ് ആറ്റിറ്റ്യൂഡിൽ നമ്മൾ പോയിട്ട്, അവിടുത്തെ ടീച്ചേഴ്സെല്ലാം നമ്മൾ പറയുന്നതെല്ലാം മെനു ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്. പിന്നെ അവർ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് ആ മറ്റേ സ്കൂളിൻ്റെ ബസ്സസ് വരുന്നുണ്ട്. നോട്ടർഡാം ഗേൾസ്, പിന്നെ സെൻറ്റ് മൈക്കിൾസ്, അവിടെ തന്നെ എൻ്റെ ബ്രദർ പഠിച്ചത്. പിന്നെ സെൻറ്റ് മൈക്കിൾസും സെൻറ്റ് സേവിയേഴ്സും. എല്ലാവരും കൂടി ഇറങ്ങിയപ്പോൾ പിന്നെ നമ്മളെ ധൈര്യം ചോർന്നു പോയി. എല്ലാവരും ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെ കാലിൻ്റെ മുട്ടി ഇങ്ങനെ കിടുകിടാ വിറയ്ക്കാൻ തുടങ്ങി. എന്നാലും അത് കാണിച്ചില്ല. നമ്മൾ നന്നായിട്ട് വെൽക്കം ചെയ്ത് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് എല്ലാവരും ഡ്രിങ്ക്സ്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രൊഡക്ഷൻ ഗെയിംസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. ഞാനത് പിന്നെ പറയാം. ഓക്കെ, ബൈ ഫോർ നൗ. നിങ്ങൾ വിചാരിക്കുക പറ്റിക്കുകയല്ല, അധികം ലോങ് ആക്കണ്ട വിചാരിച്ചിട്ടാണ് വീഡിയോ. നിങ്ങളെ ടൈമും വേസ്റ്റ് ചെയ്യേണ്ട, എൻ്റെ അത്. ഓക്കെ, ബൈ, എൻജോയ് യുവർ ഡേ, ഹാവ് എ ലവ്ലി ഡേ, ബൈ, ടേക്ക് കെയർ.